ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം 2025 ഓരോ നക്ഷത്രക്കാർക്കും എത്രമാത്രം ഗുണങ്ങൾ ചെയ്യുമെന്നതിനെക്കുറിച്ച് ചെറിയൊരു അവലോകനം. ചാരുവശാൽ നടക്കുന്ന സ്ഥിതി അനുസരിച്ചാണ്. പൂർണ്ണമായിട്ട് അത് സത്യമായി തീരണമെങ്കിൽ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്ന അനുസരിച്ചായിരിക്കും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുക. എന്നിരുന്നാലും ഒരു 3/4 ഭാഗത്തോളം ശരിയായിരിക്കും, ഒരു സംശയമില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ മകംപൂരം ഉത്രത്തിക്കാല് പറഞ്ഞു. ഇന്ന് നമ്മൾ ഉത്രത്തി മുക്കാലും അത്തം ചിത്തിരലരയും അതിനെക്കുറിച്ച് പറയേണ്ടായി. ചിത്തിരലരയും ചോതി വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു വർഷമായിരിക്കും 2025. കണ്ടകശനി, ഏഴരശനി ദോഷങ്ങളൊന്നുമില്ല, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് ഏത് ദശയാണ് നടക്കുന്നത് അതനുസരിച്ചാണ് പിന്നെ വ്യത്യാസങ്ങൾ വരുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് ചാരുവശാൽ ഓരോ ഗ്രഹങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. അത് 3/4 ഭാഗം ശരിയായിരിക്കും. ഇവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 3 മാസക്കാലം വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാരത്തിൽപ്പെട്ടിട്ടുള്ള വിഷ്ണു അംശങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം കഴിക്കുക, അതുപോലെ തന്നെ ഭാഗ്യസൂക്തവും കൂടി കഴിച്ചാൽ ഇവർക്ക് കൂടുതൽ ഗുണപ്രദമായിരിക്കും 2025. അത് കഴിഞ്ഞാൽ വ്യാഴം 9ലേക്ക് വരും. അപ്പോൾ പിന്നെ അത് നിർത്താം. പ്രത്യേകിച്ച് കുറച്ചു കാലം നമ്മൾ വ്യാഴപ്രീതി നേടണം, ഗുരുവിൻ്റെ പ്രീതി നമ്മൾക്കുണ്ടാവണം. ഇത്തരത്തിലുള്ള ആഭിചാരദോഷങ്ങളും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴൊന്നും കൂടുതൽ ഫലത്തിൽ വരില്ല എന്ന് പറയാം. കാരണം ശനി അനുകൂലപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട്. ശനി ഇവർക്ക് 5ലാണ് നിൽക്കുന്നത്. ഇനി ഒരു 3-4 മാസത്തോളം കഴിഞ്ഞാൽ വക്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ആ കാലം ഏതാണെന്ന് നോക്കി, ശനിയുടെ കാലം ഏതാണെന്ന് നോക്കിയിട്ട് എള്ളിട്ട ശർക്കര പായസമോ അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് കുങ്കുമാർച്ചനയോ ചെയ്തുകൊണ്ടെന്നാൽ അത് പരിഹാരമാവും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ല കാലമാണെന്ന് പറഞ്ഞിട്ട് സ്വാമി ഇപ്പോഴും നമുക്ക് ദുരിതങ്ങളാണല്ലോ ഞങ്ങൾക്ക് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം. അപ്പോഴാണ് നമ്മൾ കവടി പ്രശ്നം ചിന്തിക്കേണ്ടത്. ആരെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അർജുനനോട് പറയുന്ന പോലെ, അപ്പുറത്ത് ആരായിക്കോട്ടെ, നിന്റെ ധർമ്മം, നിന്റെ ജീവിത വിജയം നീ യുദ്ധത്തിലൂടെ നേടിയെടുക്കണം എന്ന് പറയുന്ന വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ജാതകം നോക്കിയിട്ടോ അല്ലെങ്കിൽ രാശി വെച്ചിട്ടോ ഏതെങ്കിലും ആഭിചാര ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ചിലർ
കവടിയിലൊക്കെ വിശ്വസിക്കും, കർമ്മത്തിൽ വിശ്വസിക്കും. കർമ്മത്തിന് കുറേ പൈസ വരും എന്ന് പറയും. അപ്പോൾ അതൊരു മുട്ടു ന്യായങ്ങളാണതെല്ലാം. നല്ല ജ്യോത്സ്യനെ കാണുക, നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിച്ചാൽ നിങ്ങൾക്ക് വിജയം വരും. അടുത്തത് വൃശ്ചികക്കൂറുകാർ, അതായത് വിശാഖത്തിൽ കാലും തൃക്കേട്ട അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് വൃശ്ചിക രാശിക്കാർ, അവർക്ക് ഈ 2025 വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. വിശാഖത്തിൽ കാലും അനിഴം തൃക്കേട്ട എന്ന ലഗ്നക്കാർ ഈ 2025 വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ വീട് നഷ്ടപ്പെടാൻ യോഗം വരിക, അല്ലെങ്കിൽ വീട് വിട്ട് പോകേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ വീടുണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യമായിട്ട് ജീവിക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ജോലി സംബന്ധമായിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ നമ്മളൊരു ഭാരമായി മാറേണ്ട ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൂറുകാർക്ക്, വൃശ്ചിക കൂറുകാർക്ക് വരാൻ ഒരു 75% അല്ല, ഒരു 90% അനുഭവിക്കേണ്ടതായി കാണുന്നു. അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എള്ളിട്ട പായസം കഴിക്കുക. ശത്രുദോഷങ്ങൾ വരാനിടയുണ്ട്, ഭൂമി സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനിടയുണ്ട്. യഥതർക്കം, വഴിത്തർക്കം, അങ്ങനെയുള്ള കാര്യങ്ങളോ അഭിചാരദോഷങ്ങളോ ഈ സമയത്ത് കൂടുതൽ ഏൽക്കാനും ഇടയുണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള തട്ടകത്തമ്മ ഭഗവതിക്ക് കടുംപായസം ഈ വർഷം മുഴുവൻ ചെയ്തു കൊള്ളണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കരുത്, അവരിൽ നിന്ന് കടമായി വാങ്ങരുത്. ഇതൊക്കെ ബുദ്ധിമുട്ടിനും കേസും കൂട്ടങ്ങൾക്കും ഇടയാക്കും. അയൽവക്കക്കാരായിട്ട് വഴക്കിനൊക്കെ ഇടവരും. ഭൂമി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ ഭൂമി കച്ചവടം എന്ന രീതിയിലോ ഭൂമി കാരത്വം വഹിച്ച് ദോഷങ്ങൾ വരാൻ, വഴക്കുകൾ ഉണ്ടാവാൻ യോഗമുണ്ടാവും. ഒരു കാരണവശാലും വീടൊക്കെ സൊസൈറ്റിയിലോ അങ്ങനെയുള്ള ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും മുൻതൂക്കം ആ അടവുകൾക്ക് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി വീട് നഷ്ടപ്പെടാനും വീടിനെ കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെടാനും യോഗമുണ്ട്. അടുത്തത് ധനുരാശിക്കാർ, മൂലം പൂരാടം ഉത്രാടത്തിൽ കാലും. ധനുരാശിക്കാർക്ക് ഈ വർഷം വളരെ വിശേഷപ്പെട്ട വർഷമായിരിക്കും. ദമ്പതി സുഖങ്ങളൊക്കെ അനുഭവിക്കാം. 3-ൽ ശനി നിൽക്കയാൽ 3 ലോകവും വാഴാനുള്ള യോഗവും ഇവർക്കുണ്ടാവും. 3-ൽ ശനി നിന്നാൽ മുടിവെച്ച് വാഴും എന്നാണ് പ്രമാണം. അപ്പോൾ അവരുടെ ഏതൊരു മേഖലയായാലും അത് വളരെ ഗുണപ്രദമായി തീരും. എത്ര ദോഷങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ കാഠിന്യം നമ്മൾക്ക് ഏൽക്കേണ്ടി വരില്ല എന്നും കൂടി പറയാം. ഇതിൻ്റെ രാശിക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. സമീപവാസികളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനും ഇടയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ആരുമായി മിങ്കിളാവണ്ട,
അകന്നു നിൽക്കും വേണ്ട, അങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും ഈ ധനുക്കൂറുകാർക്ക് ഗുണം ചെയ്യുക. ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണപ്പെട്ടു, നിങ്ങൾക്കത് ഒരുപാട് ഗുണത്തെ ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ജ്യോതിഷത്തെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും, ജ്യോതിഷം നോക്കിയാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും, നോക്കിയില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്ന്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നാം നിലയിൽ നിന്ന് വീഴേണ്ട ആ യോഗം മറിച്ച് ആ പുരത്തറയിൽ നിന്ന് വീഴ്ച എന്തായാലും നടക്കും. അതിൻ്റെ അകലം കുറയ്ക്കാൻ നമ്മുടെ ഭക്തിക്കും നമ്മുടെ നന്മകൾക്കും പരിഹാരങ്ങൾക്കും സാധിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുനാഥൻ്റെ ഗുരുപാദ പൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ കൊച്ചു കൊച്ചു അറിവുകളാകുന്ന മുത്തുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ എളിയ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വിളിച്ച് സ്നേഹങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം ചൊരിയട്ടെ. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്ന് ഐശ്വര്യവൃദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വളരെ ഗുണപ്പെടുന്നുവെങ്കിൽ അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിനെ വിജയപ്രദമാക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മയോട് നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.